ഹായ് ഗൈസ്, എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ നോമ്പെല്ലാം എങ്ങനെ പോകുന്നുണ്ട്? നല്ല ഉഷാറായി പോകുന്നുണ്ടല്ലോ. നോമ്പ് തുറക്ക് വേണ്ടി വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ സിമ്പിൾ ആയിട്ടുള്ളതുമായ നല്ലൊരു വെജിറ്റബിൾ എഗ് പഫ്സ് ആണ് തയ്യാറാക്കുന്നത്. വളരെ വളരെ സിമ്പിൾ ആണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ സമൂസയുടെ ഓലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ടൊരു എഗ് പഫ്സ് ഉണ്ടാക്കാം. എന്നാൽ ശരി, എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മുടെ എഗ് പഫ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മുടെ മുട്ട ഇട്ടുകൊടുക്കാം. ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ. എന്നാൽ പരസ്പരം ഇങ്ങനെ തമ്മിൽ നമ്മൾ പൊട്ടില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം. അതുപോലെ തന്നെ നമുക്കതിൻ്റെ തോടൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോഴും ഈസി ആയിട്ട് കിട്ടും കേട്ടോ, ഉപ്പിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഉള്ളിയും ക്യാരറ്റുമാണ് ഞാൻ ഇതിൽ മെയിൻ വേണ്ടത്. അത് എടുത്തിട്ടുണ്ട്. 3 വലിയുള്ളി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 ചെറിയ ക്യാരറ്റും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഉള്ളിയും ക്യാരറ്റും അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ നമുക്കിത് കൂടുതൽ നേരം വഴറ്റിയെടുക്കൊന്നും വേണ്ട. നമുക്കൊന്ന് പച്ചമണക്ക് മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ വേഗം തന്നെ നമുക്കിത് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ ഉള്ളിയൊക്കെ വഴഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എരിവ് വേണമെന്നുള്ളവർക്കൊക്കെ കൂടുതൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് എരിവ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ശേഷം ഒരു 1/4 സ്പൂണോളം നമുക്ക് ഗരം മസാലയും അതുപോലെ ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ കൂടുതൽ മസാലകളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഗരം മസാലയുടെ പകരം നിങ്ങളടുത്ത് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം നമ്മുടെ കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കെച്ചപ്പ് ഇതിലുണ്ടെങ്കിൽ. ഇനി നന്നായി നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ ഇതാ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മുടെ മുട്ടയ്ക്ക് ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട 2ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 10 എണ്ണം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ട് ഒരു പശ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ കുറച്ച് 2 സ്പൂണോളം നമ്മുടെ മൈദപ്പൊടി എടുക്കാം. ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ നമ്മുടെ ഈ പശ. അതിനുശേഷം എന്താ നമ്മുടെ സമൂസോല എടുക്കാം. അപ്പോൾ 2 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഒന്നെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ തന്നെ നമുക്ക് മറ്റേ ഓലയുണ്ടല്ലോ അതും വെച്ചെടുക്കാം. ഇനി നമ്മുടെ ഫില്ലിങ് ഇതാ ചൂടാറിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മുടെ മുട്ട കട്ട് ചെയ്ത് വെച്ചത് നമുക്ക് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു താഴത്ത് വെച്ച ഉണ്ടല്ലോ ഈ സമൂസ ഓല, അത് നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഈ മൈദ പശ ഉണ്ടല്ലോ അതൊന്ന് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടും മടക്കി കൊടുക്കാം. അപ്പോൾ ഈസിയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. കാണുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമായിട്ട് തോന്നിയെങ്കിലും പക്ഷേ ഇത് ചെയ്തെടുത്താൽ നമുക്ക് ഈസിയാണ്. നമ്മൾ സമൂസോല മടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് എത്ര ആയാലും മടക്കിയാലും ശരിയാകാത്തവരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഈസിയാണ് ഈ ഒരു സംഭവം. ഇനി നമുക്കിതാ ഇതുപോലെ കാണുന്നത് പോലെ നിങ്ങൾ മടക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് ചെയ്തെടുത്താൽ ഇങ്ങനെ ഒരു ബോക്സിൻ്റെ രൂപത്തിലാകും. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒക്കെ നന്നായിട്ട് തന്നെ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ പശ ഓയിൽ ഇങ്ങനെ ഉള്ളിൽ കയറുന്നൊന്നും നിങ്ങൾ ഇതായി കണ്ട കേട്ടോ, ഓയിലൊന്നും കയറില്ല. നമുക്ക് നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതായിട്ട് ഞാൻ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു വെറൈറ്റി ഒരു സ്പെഷ്യലും കൂടിയാണ് കേട്ടോ. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇടുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് നമുക്ക് തിരിച്ചും മറിച്ചിട്ടും ഇട്ടുകൊടുക്കാം.
അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടുമാണ് കേട്ടോ ഈ സംഭവം. പുറത്ത് നമ്മൾ കടിച്ച് തിന്നുമ്പോൾ അതിൻ്റെ അകത്തും നല്ല മുട്ടയും അതുപോലെ ആ ഫില്ലിങ്ങും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം അത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കണ്ടോ, നല്ല അകത്തൊക്കെ. അപ്പോൾ നന്നായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ആ പുറം ഭാഗവും അകം ഭാഗമൊക്കെ കടിച്ച് കഴിക്കുമ്പോൾ സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. തയ്യാറാക്കി എടുക്കാൻ എത്ര സിമ്പിളാണല്ലോ അല്ലേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടിപൊളിയൊരു ഉഷാർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.